അസ്സലാമലൈക്കും, വെൽക്കം ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ എണീറ്റു, കുളിച്ചു, പല്ല് വെച്ചു, അതൊക്കെ കഴിഞ്ഞു അടുക്കളയ്ക്ക് കയറാൻ പോകുന്നുള്ളൂ. രാവിലെ തന്നെ കുളിച്ച് പിന്നെ അലക്കാനിട്ടു. ഇനി നമുക്ക് അടുക്കളയ്ക്ക് കയറണം. നമുക്ക് അടുക്കളയിൽ പോവാം. രാവിലെ തന്നെ കാക്കും നാസ്തയും ചോറൊക്കെ കൊടുത്തുവിടാനുള്ളതാണ്. എനിക്ക് ഒന്നും കൊണ്ടുപോകണ്ട, ഇക്കാക്ക് നാസ്തയും ചോറൊക്കെ കൊടുക്കണം. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഉറക്കം വന്നിട്ട് ഇന്നലെയാണെങ്കിൽ വഴിക്ക് കിടന്നു. അപ്പം ഭയങ്കരമായിട്ട് ഉറക്കം. ഇന്നലെ എണീക്കാതിരുന്നാൽ ശരിയാവില്ല. അപ്പം നമുക്ക് എണീറ്റേ പറ്റും. അപ്പം നമുക്ക് പോവാം. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഇന്നലെ വെച്ച ചൂരക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചോറ് രാത്രി തന്നെ വെച്ച് വെക്കും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് പിടിക്കണം. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ചൂടുവെള്ളം ഒന്നും കൂടി ഒന്ന് മാറ്റിയിട്ട് വെള്ളം ഇന്നലെ തിളപ്പിച്ച് ചെയ്യണം. അപ്പോൾ നല്ല കുടിക്കാൻ പറ്റിയില്ല. നദ്ദുവിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നല്ലോ പോക്കൊക്കെ, അപ്പോൾ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് വേറെ ചൂടുവെള്ളം വെക്കണം. പിന്നെ നമുക്ക് മീൻ വറുക്കാനുണ്ട് ഗൈസ്. മീൻ പിലോപ്പിയാണ്. ഇപ്പോൾ ഫ്രിഡ്ജിനടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുള്ളൂ. അപ്പോൾ പിലോപ്പി വറുക്കണം. പിലോപ്പി മുറിച്ചിട്ടൊന്നുമില്ല, ഐസായിരിക്കലാണ്. പിലോപ്പി ഐസൊക്കെ വിട്ടിട്ട് വേണം അത് ചെയ്യാൻ. പിന്നെ നാസ്തക്ക് ഞാൻ ഗ്രീൻ പീസ് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് കഴുകിയിട്ടൊക്കെ ഇനി കുക്കറിലിട്ട് അടിച്ചെടുക്കണം. പിന്നെ പുട്ടുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പുട്ടുണ്ടാക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യണം. വേഗം ചെയ്യണം. കാരണം ഇപ്പം തന്നെ 7:15 കഴിഞ്ഞു. കാക്ക 8:30 പോകാനുള്ളതാണ്. വേഗം ചെയ്തില്ലെങ്കിൽ കാണിക്കും നല്ല ചിത്തയൊക്കെ എനിക്ക്. പിന്നെ സയാനെ വിളിക്കണം. സയാനിക്ക് 9:30 ആകുമ്പോൾ സയാനെ കൊണ്ടാക്കണം. ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് പുട്ടിന് വെള്ളം വെക്കാം. പുട്ടിന് ഉണ്ടാക്കാൻ വെള്ളം വെക്കണം. പിന്നെ ചോറ് തിളപ്പിച്ചടിക്കണം. അപ്പോൾ നമുക്ക് കറി ചൂടായതിന് ശേഷം നമുക്ക് ചോറ് വെക്കാം. കാരണം ഇപ്പോഴത്തെ വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ തിളപ്പിക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കണം. കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അശംശത്ത് കേട്ടേക്കാണ്. അത് പോയി നിൽക്കണം. എല്ലാം ചെറുടെ ചെയ്യും. പൊടി എടുക്കട്ടെ. ഇതൊക്കെ
പുട്ടിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊടി ഇട്ടിട്ട് വേഗം ഗ്യാസ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസുണ്ട്. അപ്പം പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കണം. ഞാൻ ഇളക്കി കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. വെള്ളം ഞങ്ങൾ സാധാരണ തിളപ്പിക്കും, ഉപ്പിട്ടിട്ട് വെള്ളം നല്ലോണം തിളപ്പിച്ചിട്ട് പൊടിക്കനുസരിച്ചുള്ള വെള്ളമാണ് വെക്കുന്നത്. അതിനുശേഷം അരിപ്പൊടി, നമ്മൾ സാധാരണ അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആക്കൂലേ അതേപോലെ തന്നെ. പക്ഷെ അത്രയ്ക്ക് ഇതാക്കരുത്, നമ്മൾ പൊടിയിട്ട് നല്ലോണം ഇളക്കണം. അപ്പം ആ കട്ടയൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ട് ചൂട് കഴിഞ്ഞ ശേഷം മിക്സിയിലേക്ക് അടിച്ചെടുക്കാം. ഫ്രണ്ടിലേക്ക് കറക്കരുത്, ബാക്കിലേക്ക് കറക്കിയെടുക്കാം. അപ്പം നല്ലൊരു പുട്ടിനുള്ള പൊടിയായിരിക്കും. അപ്പം തേങ്ങ വേണമെന്നില്ല കേട്ടോ, തേങ്ങ ഇല്ലാണ്ട് അപ്പം ഈ പുട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട് തിന്നാനായിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ കുഴച്ച് വെച്ചേക്കണം കാണിച്ചു. കണ്ട ഇതേപോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് ഇട്ടത്. ചൂടോടെ നമുക്ക് ഇത് ഇതാക്കിയെടുക്കാൻ പറ്റില്ല, മിക്സിട്ട് അടിക്കാൻ പറ്റില്ല. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിട്ട് അടിക്കുമ്പോൾ തെരുതെരിതായിട്ടുള്ള പുട്ടുപൊടി കിട്ടും. അപ്പോൾ നമുക്ക് അത് പുട്ട് ഉണ്ടാക്കാം. മീൻകറി ചൂടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കി മിക്സിട്ട് അടിക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടിനുള്ള പൊടി ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് കുക്കർ എടുത്ത് ഗ്രീൻ പീസ് വെള്ളത്തിട്ട് ചെയ്യാം. അപ്പോൾ ഗ്രീൻ പീസ് നമ്മൾ കഴുകിയിട്ടില്ല. അപ്പോൾ ഗ്രീൻ പീസ് കഴുകാൻ വേണ്ടിയാണ്. ഗ്രീൻ പീസ് കഴുകിയിട്ട് കുക്കറിലേക്ക് എടുക്കണം. ഗ്രീൻ പീസ് അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് എടുത്തിട്ട് കുക്കറിലേക്ക് ഇടുന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, സവാള ഇതെല്ലാം ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടി ഇപ്പോൾ അതൊന്നും വെന്ത് വരും. അപ്പോൾ എനിക്ക് താളിച്ചാൽ മാത്രം മതി, വേറെ ഒരു സിമ്പിളാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വേണ്ട വെള്ളം ഒഴിക്കാനായിട്ട്. എനിക്ക് തന്നെ പാലിപ്പ് പോവാറുണ്ട്, അതാണുള്ളത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി എടുക്കാം. വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള അല്ലെങ്കിൽ ഉള്ളി ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ പണിയല്ലേ നോക്കുള്ളൂ. സവാള എടുക്കാം. സവാളയും ഒഴിക്കട്ടെ. ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലേക്ക് എടുത്തിടാം. കഴുകിയിട്ടാണ് കേട്ടോ, കഴുകാൻ ഇടാൻ പാടില്ല, കഴുകിയിട്ട് ഒഴിക്കാം. അതിനിടക്കാണെങ്കിൽ അലക്കാനിട്ടപ്പോൾ മോട്ടറിൽ വെള്ളം ഉണ്ടായില്ല, മോട്ടർ അടിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ വാഷിംഗ് മെഷീനിൽ വെള്ളമില്ല, വെള്ളം പഠിച്ചു. അങ്ങനെയാണല്ലോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ ആവാൻ അല്ലേ കഴിയും. ഞാൻ വെളുത്തുള്ളി ഒലിക്കുന്നുണ്ട്. എന്നിട്ട് വെളുത്തുള്ളി 2-3 അല്ലിയാണ് എടുക്കുന്നത്, ഒരുപാട് ഞാൻ എടുക്കണില്ല, 2-3 അല്ലി മാത്രം. വെളുത്തുള്ളിനെ തൊലി ചിലപ്പോൾ ഞാൻ കളയൂല, ചിലപ്പോൾ ഞാൻ കളയും, ചിലപ്പോൾ കളയൂല. നമ്മൾ ധൃതിക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒട്ടും കളയാറില്ല വെളുത്തുള്ളിൻ്റെ തൊലി, അങ്ങനെ തന്നെ എടുത്തിടുന്നു. എനിക്കങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായ വേണമെന്നാ, അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ. കിട്ടിയാൽ കുടിക്കും, പക്ഷേ അങ്ങനെ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ ചായ കുടിച്ചിട്ട് ഇടക്കിളക്കാൻ അങ്ങനെയൊന്നുമില്ല.
പണി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ചായ കിട്ടിയാൽ കുടിക്കാൻ ഞാൻ തന്നെ ഇടണം, അതല്ല കിട്ടിയാൽ കുടിക്കണം. ഞാൻ തന്നെ ലാസ്റ്റ് ആകുമ്പോഴാണ് ചായ വെക്കണം. അപ്പോഴത്തേക്ക് ഇക്കാണിക്കുമ്പോൾ ചൂടോടെ എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ഇക്കാണെങ്കിൽ ചൂടും വേണ്ട, പക്ഷെ എനിക്ക് ചൂട് വേണം. അപ്പം ഞാൻ ചായ കുടിക്കണമെങ്കിൽ തന്നെ ചൂടോടെ കുടിക്കുള്ളൂ. എനിക്ക് തോന്നണം കേട്ടോ ചൂടൊക്കെ. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നിയാലേ ഞാൻ കുടിക്കുള്ളൂ. വെളുത്തുള്ളിയൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടേ. നമുക്ക് സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റിയിട്ട് ലാസ്റ്റ് നമുക്ക് പുലോപ്പി മുറിക്കാൻ നിൽക്കാം. ഓക്കെ, നമുക്കിനി മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഇടാം. മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, ഉപ്പിടാം. ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് 4-5 വിസിൽ, കാരണം നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചാലോ വേഗം വേകാൻ ചാൻസ് ഉണ്ട്. അപ്പം 4-5 വിസിലിട്ടിട്ട് നമുക്കിത് ചേർക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്തത് ഞാൻ പറയില്ല പുട്ടുപൊടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് എന്താ പറയുക, ഫുള്ളായിട്ട് പൊടിയിടരുതേ, കുറച്ച് പൊടിയിട്ട് കൊടുക്കാനായിട്ട്. ഫുള്ളായിട്ട് ഒരിക്കലും പൊടിയിട്ട് കൊടുക്കരുത്. അപ്പോൾ എന്താ പറയുക, കട്ടായിട്ട് ഇങ്ങനെ കൊഴുക്കട്ടന്നെ വരില്ല, ആ പഴുവായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് അതായിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ബാക്കോട്ടാണ് കറക്കുന്നത്. എനിക്ക് 2 ട്രിപ്പ് ഉണ്ടാവുള്ളൂ, 2 വട്ടം അടിക്കുള്ളൂ. കാരണം അപ്പോൾ പുട്ടിൻ്റെ പൊടി അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തെരുതെരുതായിട്ട് കിട്ടും. കണ്ടോ, കുറച്ച് അടിച്ചാൽ ഇതേപോലെ കിട്ടുള്ളൂ കേട്ടോ, കുറേ ഇട്ട് അടിച്ചാൽ കിട്ടത്തില്ല. നമുക്കിനി പുട്ടുണ്ടാക്കാം. പുട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലിട്ടിട്ടാണ് പുട്ടുണ്ടാക്കാനായിട്ടാ. ചൂടുവെള്ളം നമുക്ക് മൂടി പുട്ടുണ്ടാക്കണം മുമ്പ് നമ്മൾ ചോറ് തിളപ്പിച്ച് പഠിച്ചിട്ടില്ല, അത് പിന്നെ ഞാൻ മറന്നു. അപ്പോൾ ചോറ് തിളപ്പിച്ച് പഠിക്കും. ആദ്യം ഒന്ന് ചോറിനെ ഒന്ന് കഴുകിയെടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇറങ്ങും കൊണ്ടല്ല, നമ്മൾ ഇന്നലെ വെച്ച ചോറല്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം, നല്ലതായിരിക്കും. അപ്പോൾ അതിന് ചോറും ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ട്. ചോറും ഇൻഡക്ഷൻ കുക്കറിൽ നിന്ന് ആവട്ടെ. അപ്പോൾ നമുക്ക് അതിനുള്ളത് തിലോപ്പി വൃത്തിയാക്കാം.
അതാണ് മോളെ ടാസ്ക്. പിലോപ്പിയൊക്കെ വെളുത്തുള്ളി നമുക്ക് എടുത്ത് തന്നെ വെക്കാം കേട്ടോ. പിന്നെ കൊട്ടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ഞാൻ മറന്നു പോകും. അപ്പോൾ അത് ചെയ്യാം. പുട്ടിൻ്റെ പൊടി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ അടുക്കള അപ്പം തന്നെ വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് പണി തീരും. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യണ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീരാൻ ചാൻസ്. അപ്പം നമ്മൾ എടുക്കണ പണി അപ്പം വൃത്തിയായിക്കൊണ്ടിരിക്കുക. പ്ലാസ്റ്റിക് വേഗം ചടപടേ ക്ലീനാക്കാം. ഇതെല്ലാം അപ്പോൾ വേസ്റ്റൊക്കെ എടുത്ത് വെച്ച് നമുക്കിത് എന്താ ചെയ്യാനുള്ളത്? എന്താണ് പറ? പിലോപ്പി നമുക്ക് വൃത്തിയാക്കും. ഷോള് കിടക്കണില്ല കേട്ടാ. അപ്പം നമുക്ക് പിലോപ്പി വൃത്തിയാക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, കാണിച്ചാനായിട്ട് നല്ല കാണിച്ചുതരാം. പിലോപ്പി വൃത്തിയാക്കാൻ പോണേ. വൃത്തിയാക്കണ ശേഷം ഞാൻ പിലോപ്പി ഇങ്ങനെ ഉണ്ടെന്ന് എന്ത് സുന്ദര കുട്ടപ്പനായിട്ടാണ് കാണിച്ചുതരാട്ട. പിലോപ്പി ഞാൻ മുറിക്കാനായി. പിലോപ്പി മുറിക്കാനായിട്ട് ഞാൻ കത്തി കിട്ടത്തില്ല. അതൊക്കെ നോക്കിയിട്ട് അപ്പം നമുക്ക് കഴിക്കുന്ന പാത്രം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അതും നോക്കിയത് കത്തി കാണുന്നില്ല. ഇതാരാണ് ഇപ്പൊ അറിയണത്? അപ്പപ്പ കഴുകില്ല അപ്പപ്പ ഇതാക്കാൻ. ഇക്കാൻ എപ്പോഴും ചീത്ത പറയണം. അതൊരു കാര്യത്തിന് മാത്രമാണ്. വേറെ ഇത്ര പാത്രം കൂട്ടിയിടണത് അങ്ങനെ വേഗം കഴുകിക്കൂടെ എന്ന് പറയും. ഞാൻ ചില ദിവസങ്ങളിൽ അപ്പപ്പ കഴുകും. കാരണം കാര്യം ഞാനും പോയിക്കാൻ എനിക്ക് ഉറക്കം. ഞാൻ ഉറങ്ങാൻ ആളാണ്. എത്ര സമയം കിട്ടിയാൽ ഉറങ്ങും. അപ്പം അതുകൊണ്ടിട്ട് അവരൊക്കെ പൂണപ്പോൾ അതുകൊണ്ടിട്ട് അവർ പൂണേന് മുമ്പ് ഞാൻ എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് ചെയ്ത് വെക്കും. അടിച്ചു വരല് തുടക്കലൊക്കെ ഞാൻ എടുത്ത് വേഗം ഷടപടെ നോക്കിയിട്ട് അപ്പം തന്നെ എനിക്ക് പറയാ എന്നെ പറഞ്ഞു വിട്ടിട്ട് അവൾക്ക് കിടന്ന് ഉറങ്ങാനാണ് എന്ന് പറയും. വേണ്ടിയില്ല. ഈ മീൻ മുറിക്കണത് ഇഷ്ടമൊക്കെ തന്നെയാണ്. പിലോപ്പി മുറിക്കാൻ കുറച്ച് പാടുള്ളൂ. കാരണം അത് കുറച്ച് എന്താ പറയുക ഇതൊക്കെ ഉള്ളതുകൊണ്ടേ മെയിനായിട്ട് മുള്ളുള്ളതുകൊണ്ട് കുക്കർ വിസിലൂട്ടൻ തന്നെയുണ്ട്. നമുക്കൊരു 3-4 വിസിലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ മീൻ മുറിക്കുമ്പോൾ ഞാൻ മോറ് പോണത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. മീനെ വാല് മുറിക്കുമ്പോൾ എൻ്റെ മോറ് പോക്കായ തരണം. ഫുള്ളെടുക്കണമല്ലോ. അപ്പം മീൻ മുറിച്ചിട്ട് കാണാം ഗൈസ്. ആയി അപ്പം മീനൊക്കെ മുറിച്ച് വന്നിട്ടുണ്ട്. മീൻ മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ എണീറ്റു. ആരാണ്? എൻ്റെ മകള് എണീറ്റു.
അപ്പോൾ അവളെ ഞാൻ നിലത്തിരുത്തിയിട്ടുണ്ട്. അതൊക്കെ വെച്ചാൽ നിലത്ത് ഞാൻ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ എണീറ്റപ്പോൾ തന്നെ എല്ലാം മാറി മറന്നു പറയാൻ അവസ്ഥയായി. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ അവളെ ഞാൻ ഒക്കത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പുട്ട് വെച്ചു. അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഇതായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഗ്രീൻ പീസ് ഒന്ന് തളിക്കാം. ഞാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് തളിക്കാൻ വേണം. നമ്മുടെ മീൻകുട്ടന്മാരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻകുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീനൊന്ന് മാഗ്നേറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് അതിനകത്ത് മുളക് പൊടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. കുരുമുളക് പൊടി, മുളക് പൊടി. ഞങ്ങളുടെ കാശ്മീരി മുളക് പൊടി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കണം. കാരണം എൻ്റെ ഹസ്ബൻഡിന് തീരെ മുളക് കൂട്ടൂല. അപ്പം അതുകൊണ്ട് ഞാനും മുളക് കൂട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെ നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോയിക്കാനല്ലേ അവിടെ എരിവുള്ളത് കൂട്ടുമ്പോൾ പെട്ടെന്ന് ഞാൻ കല്യാണത്തിന് മുമ്പ് നല്ല എരിവ് നന്നായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഇക്കാക്ക് എരിവ് കൂട്ടാണ്ടായപ്പോൾ സെപ്പറേറ്റ് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇക്കാ എരിവ് കൂട്ടാണ്ടായപ്പോൾ ഞാനും എരിവ് കൂട്ടാണ്ടായി. എനിക്ക് രണ്ടായിട്ട് വെക്കണ്ടേ, അതിനും ബുദ്ധിമുട്ടല്ല. അപ്പം അതുകൊണ്ടിട്ട് ഞാനും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ എനിക്കും എരിവ് പറ്റൂല. ഞാനും ഇതേപോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ശീലമായി. അങ്ങനെയൊക്കെ ശീലമുള്ളവരൊക്കെ ഉണ്ടോ ഹസ്ബൻഡിൻ്റെ ഇതനുസരിച്ച്. ഞാൻ നേരത്തെ ശീലമായിട്ടാണ്. നമ്മളെ കല്യാണം കൊണ്ട് എത്ര വർഷം? 5 വർഷമായിട്ടുള്ളൂ. 5 വർഷത്തിനടക്കം ശീലമായി. അതുപോലെ നേരത്തെ എണീക്കൽ, കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ നേരത്തെ എണീക്കൂലായിരുന്നു. കല്യാണത്തിന് ശേഷം നേരത്തെ എണീക്കൽ, വീട്ടിലെ പണികളൊക്കെ ചെയ്യും. അന്ന് കല്യാണത്തിന് മുമ്പ് വീട്ടിലെ പണിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതിനൊന്നും എനിക്ക് മടിയുണ്ടായിരുന്നില്ല. വീട്ടിലെ സർവത്ര പണി ഞാൻ എടുക്കുമായിരുന്നു. സ്കൂളിൽ പോകണമെങ്കിലും സ്കൂൾ വിട്ട് വന്നാലും അതുപോലെ ഇട ദിവസങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ എടുക്കുമായിരുന്നു. അടിച്ച് വരുമായിരുന്നു, തുടക്കുമായിരുന്നു, അലക്കുമായിരുന്നു. കാരണം ഉമ്മ പണിക്ക് പോയിരുന്നു അല്ല. അപ്പില്ല മരിച്ചു പോയിട്ട് മരിച്ചതാണ്. അപ്പം ഇത്താത്ത ഉണ്ടാവും. ഇത്താത്ത മടിച്ചാണ്. ഇതിലവൾ കാണുന്നുണ്ടാവും. എന്തായാലും കാണുന്നില്ല. ഇത്താത്ത സ്കൂളിൽ പോകണമെങ്കിൽ അവളൊരു പണിയും ചെയ്യില്ലായിരുന്നു. ഞാൻ തന്നെയായിരുന്നല്ല പണി ചെയ്യുന്നത്. അപ്പം ഞാൻ മാഗ്നേഷൻ്റെ മുളകും ഇതൊക്കെ പെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടി എണ്ണ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തീവൊന്ന് പൊടിച്ച് വെച്ച് നോക്കാം. കടുകിടാം. എണ്ണ ചൂടാൻ ശേഷം കടുകറ. എന്താണ് ചായ? അവളോട് നിലത്തിരുത്തേണ്ട. അവളെന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്. വെള്ളത്തെയാണ് കാണിച്ചു തരാൻ പോയി കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിട്ട് ഗ്രീൻ പീസ് നല്ലോണം ഉടഞ്ഞിട്ട് കിട്ടാം. നാളെ പുട്ട് കുത്താം. കടുക് കൂട്ടുമ്പോൾ നമുക്ക് പുട്ട് കുത്താം. എന്തൊക്കെയോ അറിയണേല് പുട്ട് കുത്തണം. ഈ പലക 10 രൂപ പലകൻ്റെ വെച്ച പുട്ട് കുത്തണം കേട്ടോ. ഓ എന്താ പൂ എന്ത് പൊടിയുടെ മുമ്പേ നമുക്ക് ഇത് ചൂടായി കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി ചുട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൊടുക്കാം. കുക്കറിൽ കത്തിപ്പിടിച്ചിരിക്കാനായിട്ട് നമുക്ക് വെള്ളം അനുസരിച്ച് തിളച്ചോളം കൂടുതൽ നല്ലത്. അപ്പം നമ്മൾ വിചാരിക്കണം ഗ്രീൻ പീസിലും എരിവില്ലല്ലോ ഒന്നും. ഗ്രീൻ പീസിലും എരിവില്ല. അതാണ് ഗ്രീൻ പീസ്. പക്ഷെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. ഞാൻ കുറച്ച് മുളക് പൊടി എൻ്റെ മീതെ ഇടും. ഓ എന്താണപ്പൂ? നല്ല ഇഷ്ടമുണ്ട്. ഇതൊന്ന്
മാവൊന്നും തിളക്കട്ടെ കേട്ടാ, വെള്ളം ഒഴിച്ചില്ല, മാവൊന്നും തിളക്കട്ടെ. പുട്ട് കുത്തിയത് കാണിച്ചല്ലേ, പുട്ട് കുത്തി കേസ് നല്ല സോഫ്റ്റ് കണ പുട്ടാണ്. അടുത്ത പുട്ടും കൂടി കൂട്ടാം. അടുത്ത പുട്ട് കൂട്ടാൻ്റെ അടുത്ത പൊടി ഇടണം, പൊടി ഇട്ടാലേ പുട്ട് കൂട്ടാൻ പറ്റും. ഓ വന്നപ്പോ വന്നേ വന്നേ ജായ വന്നേ ജായ ജായനെ കാണിച്ചു തരാം ഇപ്പൊ. നേരത്തെ നീക്കും, ഞാനില്ലെങ്കിൽ നേരത്തെ നീക്കും. എൻ്റെ ചൂടട്ടി കിടക്കും. പിന്നെ ഫീഡ് ചെയ്യണം കൂടി ആകുമ്പോൾ എണീക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അപ്പം കിടക്കും മിന്നാ മിന്നാ മിന്നാന്ന് വിളിക്കും. മിന്നുന്ന് എന്നെ പേരാ വിളിക്കണം, മിന്നു മിന്നു വിളിക്കണം. അപ്പം അതുകൊണ്ടാണ് കാരണം മൂത്ത മോനും എന്നെ പേരാണ് വിളിക്കും. അപ്പം അത് കേട്ട് ഇപ്പോഴും എന്നെ പേരാണ് വിളിക്കും. ഇടയ്ക്കിടക്ക് ഉമ്മ ഉമ്മ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇല്ല. ഇവളതിപ്പോൾ അങ്ങോട്ട് വിടുന്നതാണ് ഹോളിലേക്ക്, കാരണം നമ്മൾ കളിച്ചിരുന്നോ. വെക്കോ കാക്ക വന്നിട്ട് കാക്കേ കാക്കേ പാട്ട് പഠിക്കേ, കാക്കേ കാക്കേ പാട്ട് പഠിക്കേ. ചായ പാട്ട് പാടും, കാക്കേ കാക്കേ പാടും. അപ്പോൾ നമുക്ക് ഗ്രീൻ പീസ് തിളച്ച് വന്നിട്ട് കേട്ടോ. നിൽക്കാറില്ല, കാരണം കാരണന്മാരെന്നാ ഞാൻ ഉണ്ടാക്കേണ്ട പറയണില്ല. നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് അലക്കി കഴിഞ്ഞ് ഞാൻ ഊറായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൻ്റെ അവസ്ഥ ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. അപ്പം തുണിയിൽ ഒരു ട്രിപ്പ് ഞാൻ അലക്കാനിട്ട്, അലക്കിക്കഴിഞ്ഞ് ഊരിക്കഴിഞ്ഞ് ഉണക്കാനിട്ട് ഞാൻ ഒരു ട്രിപ്പ്. പിന്നെയുള്ളത് ഞാൻ മീനിൻ്റെ വറുക്കാനിട്ടായിരുന്നു. മീൻ വറുക്കണം, പിന്നെ കാക്ക് ചോറ് കിട്ടണം, അത് ഞാൻ കാണിച്ചിട്ട്. അപ്പം കാക്ക ചോറ് കിട്ടാൻ പോയാണ്. ബാക്കിയുള്ള പരിപാടിയൊക്കെ അതിനടിച്ച് വരണം, തുടക്കണം, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചരട്ടെ പോയി ഇപ്പല്ലേ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചോറ് കിട്ടണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് കിട്ടാൻ പോണേ. പിന്നെ മേളിൽ ഈ ബോക്സിൽ ഞാൻ മീൻ വറുത്തതും ഒരു നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്കയും വെക്കേ. പുട്ട് കണ്ണാ പുട്ട് വെക്കുന്നുണ്ട്. പൊടിച്ച് വെക്കാൻ വിചാരിച്ചു. പുട്ട് സെറ്റ്. പിന്നെ അടുത്തത് ഗ്രീൻ പീസ് കറിയാണ്. ഞാൻ ഈ ബൗളിലാണ് എടുക്കുന്നത്. ഇതിൽ മീൻ കറി എടുക്കാൻ വിചാരിച്ചു. ഗ്രീൻ പീസ് കറിക്കുള്ള കയ്യിൽ ഞാൻ എടുക്കത്തില്ല, കയ്യിൽ എടുക്കട്ടെ കേട്ടോ. കയ്യിൽ കുത്തി ഞാൻ ഇപ്പം എല്ലാ കയ്യിലും മാറ്റി ഇടും കേട്ടോ. കാരണം
ഇതെൻ്റെ ഒരു പാത്രത്തിലൊക്കെ നമ്മളെല്ലാം ഞാൻ ഈ വലിയ വലിയ പാത്രമൊന്നും അടുക്കളയിൽ വെക്കൂല. ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രമൊക്കെ ഞാൻ മാറ്റും കഴിയും. അത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ആക്കി വെക്കേ. ഇത് സെറ്റായി നമ്മുടെ മീൻ വറുത്തത് കുട്ടന്മാർ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പിട്ട് കൊടുക്കണേ. ഞാൻ സെറ്റാകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തത് മീൻ കറി എടുക്കാം. ഇതെല്ലാം കൊണ്ട് നമുക്ക് ടേബിളിൽ വെക്കാം. ഓക്കെ, അടുക്കള എല്ലാ പണിയും കഴിഞ്ഞു. അടുക്കളത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കിയിട്ട് ഒന്നുമില്ല കണ്ട് പാത്രം എല്ലാം കഴുകി വെച്ചു. അടുക്കള കുട്ടപ്പനാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണിയെന്ന് വെച്ചാൽ അടിച്ച് വരണം. ഇപ്പോൾ തന്നെ 8:30 ആയി. ഓക്കെ, പുട്ടുകൊടുത്ത കൊണ്ടൊക്കെ ചായയൊക്കെ പുട്ടുകൊടുത്തിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. അടിച്ചൊക്കെ വരിട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അടിച്ചൊക്കെ വരിക്കഴിഞ്ഞ് തുടക്കലെല്ലാം കഴിഞ്ഞു. പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സയാൻ സ്കൂളിൽ വിട്ടു. സയാൻ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ നാസ്ത അയച്ചു. നാസ്ത അയച്ചു. ടി വി ആനാണ് ഇപ്പോൾ. ഇനി പ്രത്യേകിച്ചൊന്നും പണിയൊന്നുമില്ല. സയാനെ കുളിപ്പിക്കാനുണ്ട്. അവളെ കുളിപ്പിക്കണം. അവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവളെ കിടന്നുറങ്ങും. ഞാനും കുറച്ച് കിടന്നുറങ്ങും. അതിനുശേഷം ഞാൻ നിസ്കരിക്കാനൊക്കെ പോകും. അപ്പോൾ ഞാൻ നിസ്കരിക്കാറാവുമ്പോൾ അപ്പോൾ ഞാൻ വരാട്ടോ. വേറെ പ്രത്യേകിച്ച് ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു പണി എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. സയാനെ വിളിക്കാമെന്ന്. സയാനിന് 3 മണിയാകുമ്പോൾ സയാനെ വിളിക്കാമെന്ന്. സയാന് 3 മണിയേ ഉള്ളൂ. ഇപ്പോൾ സയാനെ വിളിക്കാമോ? വേറെ പോവും 12 മണിയാകുമ്പോൾ. പോയി കഴിഞ്ഞ ശേഷം ഞാൻ കിടന്നുറങ്ങും. നിസ്കരിച്ച് കണ്ട് കിടന്നുറങ്ങും. കുറച്ചധികം 2:30 വരെ കിടന്നുറങ്ങണം. അതാണ് മീൻ. അപ്പോൾ ഗൈസ് അപ്പോൾ കാണാം. ഓക്കെ, പോവില്ല ഗൈസ്. 8:30 പോകേണ്ടത്. അപ്പോൾ 8:30 സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സിയാസ് 12 മണിക്ക് വന്നാൽ മതി. അപ്പോൾ രാവിലെ എണീറ്റൊക്കെ ഞാൻ വെറുതെ വേസ്റ്റായി. അല്ലെങ്കിൽ രാവിലെ പോകണ്ടെങ്കിൽ ഞാൻ എണീക്കണം 8:30 ആകുമ്പോൾ എണീക്കുള്ളൂ. കാരണം ഞാൻ രാവിലെ എണീക്കില്ല. രാവിലെ അല്ലെങ്കിൽ 6:30 ആകുമ്പോൾ ഞാൻ എണീക്കുള്ളൂ. എന്നാലും 8:30 ആകുമ്പോൾ എണീക്കാറുള്ളൂ. 8:30 ആകുമ്പോൾ എണീക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അത് ചോറ് കിട്ടേണ്ടി വരില്ല. 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ ചോറ് കൊണ്ടുപോകില്ല. നാസ്ത മാത്രം തിന്നിട്ട് പോകുള്ളൂ. അപ്പോൾ ചോറ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കുള്ള ചോറല്ലേ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചോറ് കഴിക്കില്ല. ഉണ്ടാക്കാൻ മടി ഉണ്ടാകട്ടെ. അപ്പോൾ അതുകൊണ്ടിട്ട് പോയിട്ടില്ല. 12 മണിയാകുമ്പോൾ പോയാൽ മതി. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ അവിടെ ടി വി കണ്ടിരിപ്പുണ്ട്. ഞാനപ്പോൾ കുറച്ച് വിചാരിച്ചു ഞാൻ കുറച്ച് കിടക്കാൻ വിചാരിച്ചു. ചായക്കാരെ കൂടി ഉണ്ട്. അപ്പോൾ ഒരാൾ നോക്കാണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങാം. അല്ലെങ്കിൽ എനിക്ക് ചായം കിടന്നുറങ്ങില്ല. ചായ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ എണീക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവൾ ആക്റ്റീവായി തുടങ്ങും. കാരണം ഇപ്പോൾ നടക്കാനൊക്കെ അവൾക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾ ഉറക്കവും കുറഞ്ഞു വരുന്നുണ്ട്. ചായാല 1 വയസ്സായില്ലേ. അപ്പോൾ ഉറക്കവും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇനി വൈകിട്ട് നല്ല ഉറക്കവും ഉച്ചക്ക് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാനായി നിസ്കരിച്ച് ഞാൻ ചോറൊക്കെ തിന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെ നമുക്ക് വൈകിട്ടൊക്കെയാണ് അവരൊക്കെ പോയത്. അപ്പോൾ അതിന് ശേഷം ഞാൻ സയാനെ വിളിക്കാൻ പോയിട്ട് ഞാൻ സയാനെ സ്കൂളിൽ വിളിക്കാൻ പോയി വിളിച്ചു. എന്നിട്ട് പിന്നെ സയാനുള്ള പുറകെ കിടക്കലായിരുന്നു. നല്ല തീറ്റിക്കൽ കുളിപ്പിക്കൽ അതൊന്നും പഠിക്കാതിരിക്കൽ. പിന്നെ നിസ്കരിച്ച വേണ്ട തന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ചായ കൊടുത്ത് ഇപ്പോൾ ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായ പുറക്കുന്നത് ചായ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്നെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഇപ്പോൾ കഴിക്കാതിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ടി വി ആണ്. സയാൻ ഉറങ്ങി. പിന്നെന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇത്രയുള്ള കേസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ഓക്കെ, ബൈ.